ചിക്കൻ കുറച്ച് പീസായി വെച്ചതിലോട്ട് 2 സ്പൂൺ കോൺഫ്ലോർ ഇടാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം നമുക്കൊരു 1 സ്പൂൺ തന്നെ സോയാ സോസ് ഒഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എല്ലായിടത്തും ആവാൻ വേണ്ടിയാണ് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ശേഷം നമ്മൾ നൂഡിൽസ് അതിനകത്തോട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്യാം. അത് നന്നായി കുക്കാവുന്ന ടൈം കൊണ്ട് 2 മുട്ടയിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ശേഷം നൂഡിൽസ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട്, അതായത് ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലോട്ട് നമുക്കത് മാറ്റാം. നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളം പോയിക്കോളും. അതിനുശേഷം വീണ്ടും ആ പാൻ തന്നെ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിനകത്തോട്ട് എടുത്ത് ഒഴിക്കുക. അത് നന്നായിട്ടൊന്ന് ചിക്കി വറുത്തതിന് ശേഷം നമുക്കത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം നന്നായി ചിക്കിയ മുട്ട നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ആ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇടാം. ചിക്കൻ നന്നായി ഇളക്കി എല്ലാ സ്ഥലത്തോട്ടും ഓയിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ നന്നായി ഇളക്കി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണോണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കത് വെക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കത് ഫ്രൈ ആവണമല്ലോ. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് എല്ലാ സൈഡിലോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ചിക്കൻ എല്ലാം കൂടി ഒരു സൈഡിലോട്ട് ആക്കാം. അതേ പാത്രത്തിൽ തന്നെ നമ്മൾ മറ്റൊരു പാത്രമെടുത്ത് മാറ്റാനൊന്നും നിൽക്കണ്ട. സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്ക്. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് അതും കുറച്ചുകൂടി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും. അതിന് ശേഷം നമുക്ക് ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സവാള അരിഞ്ഞത് ആദ്യം ഇടും. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇടാം. അതിനുശേഷം നമുക്ക് ക്യാബേജ് ഇടാം. ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഉപ്പിട്ടതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും, നല്ലോണം വെന്തും കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പച്ചയുടെ ഒരു ഇല വെച്ചിട്ടുണ്ട്. പക്ഷിയുടെ ലീഫ് ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വാഷ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയുണ്ടല്ലോ, അതും ഇതിനകത്തോട്ട് ഇടാം. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.
അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒരു 3 സ്പൂണോളം സോയാ സോസ് ഒഴിക്കാം. പിന്നെ നമ്മൾ ചില്ലി സോസ് വെച്ചിട്ടുണ്ട്, ചില്ലി സോസ് ഒഴിക്കാം. സെയിം 3 സ്പൂൺ തന്നെ ഒഴിക്കാം. ശേഷം കുറച്ചുകൂടി കുരുമുളക് ഇടാം. നമ്മുടെ ഈ വെജിറ്റബിൾസിലും പിന്നെ എല്ലാത്തിലും ഒന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് കേട്ടത്. അതിനുശേഷം നമുക്ക് ആ ന്യൂഡിൽസ് എടുത്തിടാം. ന്യൂഡിൽസ് നമ്മൾ ഫുള്ളായിട്ട് ഇടരുത്, നമ്മൾ കുറച്ചിട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയണം. ഓവറായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മളതിനകത്ത് മിക്സ് ചെയ്തേക്കുന്ന വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ ഒന്നും ആ ഫ്ലേവർ നമുക്ക് കൂടുതൽ ഇട്ടാൽ കിട്ടില്ല. ആവശ്യത്തിന് ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവുമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും പിന്നെ കുറച്ചുകൂടി സോയ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. മെയിനായി ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ലാസ്റ്റ് സോറി ഞാൻ മറന്ന് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാനായിട്ട്. നമ്മുടെ മിക്സഡ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.